ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഫ്ര വ്ലോഗ്സ്. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ വലിയ പെരുന്നാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 5:30 ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 5 മണിക്ക് എണിച്ചിട്ടുണ്ടായിരുന്നു. 5 മണിക്ക് എണിച്ചിട്ട് നമ്മൾ ഉമ്മ അവിടെ അടുക്കളയിൽ പത്തിരി ചുടുവാണ് കേട്ടോ രാവിലേക്കുള്ളത്. അപ്പോൾ രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഇതാ എണീച്ച് സുബയൊക്കെ സ്കെച്ചിട്ട് ഇപ്പോൾ ഞാൻ അടുക്കളയിൽ പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ അരച്ച മൈലാഞ്ചിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ എൻ്റെ കസിൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ വെച്ച് തന്നാണ് കേട്ടോ. ഞാൻ പറഞ്ഞു അരച്ച മൈലാഞ്ചി മതി, എനിക്കിത് വേണ്ടാന്ന് വെച്ചിട്ട് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു കുഴപ്പമില്ല, ഇതും കൂടെ വെച്ചോന്ന് പറഞ്ഞിട്ട് അവൾ വെച്ച് തന്നാണ് കേട്ടോ, നിർബന്ധിച്ചിട്ട് വെച്ച് തന്നാണ് കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ കയ്യിൽ ഞാൻ അരച്ച മൈലാഞ്ചിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. വീട്ടിലോട്ട് പോകുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ട് പെട്ടെന്ന് ഫോളോ ചെയ്യുക. നേരെ വീഡിയോ. ഇവിടെ ഉമ്മ പത്തിരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലത്തെ സ്പെഷ്യല് പത്തിരിയും ചിക്കൻ കറി. ചിക്കൻ അവിടെ അമ്മ കഴുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചിക്കൻ ഇത് അവിടെ ഉമ്മ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് മറ്റേ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ, ഐസ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ സ്കെച്ചിട്ട് വരുന്ന സമയത്ത് ഉമ്മ അവിടെ ചായ റെഡിയാക്കി, കട്ടൻ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ അവിടെ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിതാ ചിക്കൻ കറി വെക്കാനുള്ള സബോളയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചിക്കൻ കറിയും അതുപോലെ തന്നെ പത്തിരിയാണ് കേട്ടോ.
നമ്മുടെ ചിക്കൻ കറി ഇതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്കത് അപ്പുറത്തുമ്മ പത്തിരിയും ചുടുന്നുണ്ട്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഉച്ചയ്ക്ക് ബിരിയാണിക്കുള്ള സബോളയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഞാനങ്ങനെ സബോളയൊക്കെ മുറിച്ച് കഴിഞ്ഞു. ഇനി തക്കാളി വേണം മുറിക്കാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മ എനിക്ക് പാൽ ചായ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഞാൻ തക്കാളി മുറിക്കാൻ വേണ്ടി പോവുകയാണ്. ഹലോ ഗായ്സ്, അപ്പോൾ അതാ നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്, വലിയ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ ഇനി എന്തായാലും ഞാൻ എൻ്റെ ഡ്രസ്സിട്ട് ഫുൾ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം കേട്ടോ, സൈഡിൽ കൊടുക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗായ്സ്, നമ്മളിത് അങ്ങനെ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. ഞാനും ഉമ്മയാണ് കേട്ടോ ഉള്ളത്. ഞങ്ങൾ രണ്ടാളും നിസ്കരിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ അതാ ഞാനും ഉമ്മയും നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഹലോ ഗായ്സ്, അങ്ങനെ ഞാനിപ്പോൾ റെഡി ആയിട്ട് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. പത്തിരിയും അതുപോലെ തന്നെ ചിക്കൻ കറിയും കേട്ടോ ഗൈസ്. പിന്നെ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. പത്തിരിയും ചിക്കൻ കറിയും അതുപോലെ തന്നെ പാൽച്ചായ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നമ്മൾ വീഡിയോ എടുക്കണം. ഹായ് ഗൈസ് പറ. ഹായ് ഗൈസ്, ഇന്ന് എൻ്റെ പെരുന്നാളാണ്. വലിയ പെരുന്നാൾ ആശംസകൾ പറ. വലിയ പെരുന്നാൾ ആശംസകൾ പറ. വലിയ പെരുന്നാൾ ആശംസകൾ. നീ എന്ത് ചെയ്യണം ഇപ്പോ? എല്ലാരും ഇവിടെ ഒരാള് ഗെയിം കളിക്കുന്ന തിരക്കാണ്. എന്നെ കണ്ട ഗൈസ്, അപ്പൊ ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉള്ള തിരക്കിലാണ്. ഇത് രാവിലെ അടിച്ച എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഉമ്മ ഇനി ബിരിയാണി വെക്കാൻ പോവാണ്. ഇതൊന്നുമ്മ ഒന്നും ഇട്ടിട്ടില്ല. ഗായ്സ്, ഹസ്നക്ക് പനി ആയതുകൊണ്ട് ഹസ്ന നേരത്തെ കഴിക്കുന്നു. ഗായ്സ്, എങ്ങനെയുണ്ട് ബിരിയാണി? സൂപ്പറാ. പരിപ്പ് കറി ഞങ്ങളും കഴിക്കാൻ പോവാണ്. ഹസ്ന നേരത്തെ ഇരുന്നു. ഗായ്സ് ഇതാ ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങള്. ബിരിയാണിയൊക്കെ കുറേ നേരം ഉണ്ടായിട്ട്. അപ്പോൾ ഇതാ നമ്മളങ്ങനെ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ പരിപ്പ് കറിയും പിന്നെ സലാഡും ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഫുഡ് കഴിക്കുകയാണ്. അതിൻ്റെ അപ്പുറത്ത് അസ്നയാണ് കേട്ടോ ഇരിക്കുന്നത്. അസ്ന കുറേ നേരമായിട്ടോ കൈസ് ഇരിക്കാൻ തുടങ്ങിയിട്ട്. അവൾക്ക് പനി ആയതുകൊണ്ട് അവൾ മെല്ലെ മെല്ലാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് ഉച്ചത്തെ ഫുഡ് കഴിക്കാം കേട്ടോ. ഹലോ ഗായ്സ്, അങ്ങനെ അപ്പം നമ്മൾ ഒരു ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ ഉണ്ടാണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ചായയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ചായ കുടിക്കാൻ വേണ്ടി പോകണം. ഇപ്പം സമയം പറയുന്നത് 5 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരമായി എണിച്ചിട്ട് ഒരു 4:30 ആവുന്ന സമയത്താണ് എണിച്ചത്. പിന്നെ അത് ചായയൊക്കെ വെച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അങ്ങനെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഗൈസ്. അപ്പോൾ വലിയ പെരുന്നാൾ അങ്ങനെ 2024 ഫസ്റ്റ് വലിയ പെരുന്നാളും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി താത്തയും അതുപോലെ തന്നെ അളിയനവരൊക്കെ വരും കേട്ടോ. അവരൊക്കെ അവിടുത്തെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു രാത്രിയാകുമ്പോഴായിരിക്കും തോന്നുക വരും. ഒരു
8-9 മണിയാകുമ്പോൾ അവരിവിടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ അവർ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തായാലും അവരൊക്കെ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ അങ്ങനെ ഉള്ളിൽ ചായ കുടിക്കുന്ന സമയത്തായിരുന്നു കേട്ടോ പുറത്ത് എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അവിടെ ഈദ് ഫെസ്റ്റ് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ 2-3 ഈദ് ഫെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിലാകെ ഈ ഒരു വീഡിയോ മാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഹലോ ഗായ്സ്, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ, ഈദിൻ്റെ ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ താത്തയും അതുപോലെ തന്നെ അളിയനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ വന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവരൊക്കെ രാത്രിയാണ് കേട്ടോ വന്നത്. ഒരു 9 മണി 9:30 ആവുന്ന സമയത്താണ് കേട്ടോ വന്നത്. അപ്പോൾ അവരുടേതും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ എനിക്ക് ചെറുതായിട്ട് പനീൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ എടുത്തില്ല. പിന്നെ അതപ്പോൾ ഉമ്മ അവിടെ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, താത്തയൊക്കെ വരുന്നതുകൊണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യുക. സൈനിങ് ഔട്ട് ഓഫ് ഫ്രീന. ബൈ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈദ് മുബാറക്.